ഹായ് കൂട്ടുകാരെ, കേരള സൺറൈസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കണ്ടില്ലേ, നമ്മുടെ കൃഷിയിടമാണ്. പലതരത്തിലുള്ള കൃഷികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. തെങ്ങുണ്ട്. ആ മലേഷ്യൻ ഡാർഫ് വിഭാഗത്തിൽപ്പെട്ട തെങ്ങും തൈകളാണ് നട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിഗ്, ഇസ്രായേൽ ഫിഗാണ്. അത് ഒരുപാട് കാച്ചിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കായായിരുന്നു. കണ്ടില്ലേ, ഇത് ബനാന സപ്പോട്ട. ഇതും കഴിഞ്ഞ വർഷം നിറയെ കാച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പൂ ഇതാ വന്നിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബനാന സപ്പോട്ടയാണ്. ഏകദേശവും ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ ഒരുപാട് വച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പറങ്കി മാവ് അതും പൂത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റാണ് കൂട്ടുകാരെ. നമ്മുടെ വിള ഫുള്ളും നമ്മൾ ഇതുപോലെയുള്ള ഫലവൃക്ഷങ്ങളാണ് കൂടുതലും നട്ടിട്ടുള്ളത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫലങ്ങളെല്ലാം തന്നെ വിളയിൽ നിന്ന് കിട്ടാറുണ്ട്. കണ്ടില്ലേ, മുളക്, അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തക്കാളി, ഇത് പേരയാണ്, വിയറ്റ്നാം റെഡ്, ഇത് VNR വിഭാഗത്തിൽപ്പെട്ട പേരയാണ്. അബിയു, വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു മലേഷ്യൻ ഫ്രൂട്ട്സാണ് അബിയു. മിറക്കിൾ ഫ്രൂട്ട്. ഇതിൻ്റെ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കഴിച്ചാലും സ്വീറ്റായി തോന്നുന്നു. അങ്ങനെയുള്ള ഒരു മിറക്കിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണ്. കണ്ടില്ലേ, ഇത് നിറയെ കാച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കാത് നിറയെ നിൽക്കുന്നുണ്ട്. ഇത് മാവാണ്. അത് നിറയെ കാച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം ഇതാ പൂത്ത് നിൽക്കുകയാണ്. മാവ് തന്നെ 3-4 ഇനങ്ങളുണ്ട്. ഇത് ബറാബറ. ഇതൊരു മലേഷ്യൻ ഫ്രൂട്ടാണ്. കേരള സൺറൈസ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതിലെ പൊളിച്ച് നിറയെ കാച്ചിട്ടുണ്ട്. അച്ചാറിടാനും അതുപോലെ ഉണക്കി ഇടാനും വളരെ നല്ലതാണ്. കണ്ടില്ലേ, ഇത് അരക്കില്ലാത്ത ചക്ക. ഇതിൽ കറയില്ല. ഇത് പഴുക്കുമ്പോൾ താനെ വന്ന് താഴെ വീഴും. നമുക്ക് അതുകൊണ്ട് തന്നെ കയറി അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കയാണ്. നിറയെ കാച്ചിട്ടുണ്ട്. പപ്പായ, നാടൻ പപ്പായയാണത്. പൈനാപ്പിളും നിറയെ നട്ടിട്ടുണ്ട്. അതും നിറയെ കായ്ച്ചിട്ടുണ്ട്. നിറയെ പൈനാപ്പിൾ കാച്ചി നിൽക്കുകയാണ്. കണ്ടില്ലേ, പഴുത്തിട്ടുണ്ട്. നമുക്കതിനെ പറിച്ചെടുക്കാം. ബൈ ബൈ.